ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ അതിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കുന്നു. ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവികമായ സംരക്ഷണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവം നൽകുന്ന സംരക്ഷണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഒരു വേദഭാഗം വായിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു വേദഭാഗം വായിക്കും. അത് നിങ്ങൾക്ക് പിടികിട്ടും, മനസ്സിലാവും. 2 ദിനവൃത്താന്തം 17:7 മുതൽ 10 വരെയുള്ള വേദഭാഗം വായിക്കും. 2 ദിനവൃത്താന്തം 17:7 മുതൽ. അവൻ തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ബെൻഹയീൻ, ഓബദ്യാ, സെഖനിയാവ്, നെഥനയേൽ, മീഖ എന്നീ തന്റെ പ്രഭുക്കന്മാരെയും അവരോട് കൂടെ ശെമയ്യാവ്, നെഥന്യാവ്, സെബദ്യാവ്, അസായേല്, ശെമര്യാമോത്ത്, യഹോനാദാൻ, അദോനിയാവ്, തോബിയാവ്, തോബ് അദോനിയാവ് എന്നീ ലേവ്യരെയും അവരോട് കൂടെ എലീശാമ, യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു. പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എന്ത് ചെയ്തു? അയച്ചു, നിയമിച്ചു. ഇത് ആരാന്നറിയാവോ ചെയ്തത്? ദിവസവും പഠിക്കുന്നവർക്കറിയാം. ഇത് യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചെയ്തത്, ഒരു രാജാവാണ് ചെയ്തത്. അയാൾ അധികാരം ഏറ്റെടുത്തപ്പോൾ ചെയ്ത കാര്യം, യഹൂദ രാജാവായ യഹോശാഫാത്ത് തന്റെ വാഴ്ചയുടെ എത്രാം ആണ്ടിൽ? 3-ാം ആണ്ടിൽ ചെയ്ത കാര്യം പറയുന്നത് എന്ന് പറയുമ്പോൾ, ആ യഹൂദ എന്ന് പറയുമ്പോ നമുക്കറിയാം, ദാവീദിന്റെ മകൻ ശലോമോന്റെ മകൻ യെരോബയാമിന്റെ സമയത്ത് രാജ്യം, ഞാനിത് പറയുന്നത് ഏതൊരു കാര്യം പറയുമ്പോൾ അതിനൊരു റിലവൻസ് വേണമല്ലോ, ചരിത്രം തെളിയിക്കണമല്ലോ. എന്നാലും 2ആയി തിരിഞ്ഞു. പിന്നെ എങ്ങനെ അറിയപ്പെട്ടത്? ശൗലിന്റെ കാലത്ത് രാജ്യം ഒന്നായിരുന്നു, ദാവീദിന്റെ കാലത്ത് ഒന്നായിരുന്നു, ശലോമോന്റെ കാലത്ത് ഒന്നായിരുന്നു. ശലോമോന് ശേഷം യെരോബയാമിന്റെ കാലം വന്നപ്പോഴത്തേക്ക് രാജ്യം 2ആയി. എന്തായാലും എന്തൊക്കെയാ അതിന്റെ പേര്? ഒന്ന് യഹൂദ എന്നും മറ്റൊന്ന് ഇസ്രായേൽ എന്നും. രാജ്യം 2ആയി. കുഞ്ഞുങ്ങളൊക്കെ ഇവരൊക്കെ പഠിക്കുന്ന 2ആയി വിഭജിക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ വിഭജിക്കപ്പെട്ടതിൽ ഒരു ഭാഗത്തെ രാജാവ്, യഹൂദ ഭാഗത്തെ രാജാവ് ദാവീദിന്റെ മകനായ, ശലോമോന്റെ മകനായ, രഹബ്യാമിന്റെ മകനായ, അബിയാവിന്റെ മകനായ, ആസയുടെ മകനായ യഹോശാഫാത്താണ്. ഈ രാജാവിന്റെ തലമുറ ഞാനെന്ന് പറഞ്ഞതേ ഉള്ളൂ. ചരിത്രം വംശാവലി. ഈ യഹോശാഫാത്ത് എന്ന് പറയുന്ന യഹൂദ രാജാവ് ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ താൻ രാജ്യഭാരം ഏറ്റെടുത്ത ഉടൻ തന്നെ, അധികം താമസിയാതെ തന്നെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് അദ്ദേഹം ചെയ്ത കാര്യം, തന്റെ രാജ്യത്ത് മുഴുവൻ ജനങ്ങളെയും ഉപദേശിപ്പാനായിട്ട് ആരെയൊക്കെ രാജ്യത്ത് നിയമിച്ചു? പുരോഹിതന്മാരെ, ലേവ്യരെ, പ്രഭുക്കന്മാരെ അദ്ദേഹം നിയമിച്ചു. ഇനി അടുത്ത വാക്യം വായിക്കാം. അവരുടെ കയ്യിലെല്ലാം എന്ത് കൊടുത്തു? ന്യായപ്രമാണ പുസ്തകം കൊടുത്തു. ആരുടെ കയ്യില്? ഈ നിയമിക്കപ്പെട്ട ആരാണ്? ഞാൻ ക്ഷമിക്കണം കേട്ടോ. പുരോഹിതന്മാർ, ലേവ്യർ, പ്രഭുക്കന്മാർ. ഇവരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അവരുടെ പേര് പോലും എടുത്ത് പറയുന്നുണ്ട്. പ്രഭുക്കന്മാരുടെ പേര്, പുരോഹിതന്മാരുടെ പേര്, ലേവ്യരുടെ പേരെടുത്ത്, തലവന്മാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അത് അവരുടെ കയ്യിൽ കൊടുത്തു. ഇതിൽ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ കൊടുത്തു. അന്നത്തെ ബൈബിൾ കൊടുത്തു. എന്നിട്ട് അടുത്ത വാക്യം, യഹൂദ നഗരങ്ങളിലൊക്കെയും ചുറ്റി സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു. അടുത്ത വാക്യം, യഹോവയിൽ നിന്ന് ഒരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളുടെ മേലും വീണിരുന്നത് കൊണ്ട് അവർ യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. എന്റെ കർത്താവ്, എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് വിചാരിക്കുന്നത്. ഈ മനുഷ്യൻ, ഈ രാജാവ്, സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ മധ്യപൗരസ്യ ദേശങ്ങളിലെ രാജാക്കന്മാർ, ഞാൻ ഗൾഫിൽ മിക്കവാറും കൺട്രീസിൽ ഞാൻ പോയിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളിലും തന്നെ പോയിട്ടുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. കുവൈറ്റ്, ദുബായ്,
ഖത്തർ, എല്ലാ ഇവിടെയൊക്കെ പോയപ്പോ ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ അവിടുത്തെ ഹിസ്റ്ററി, ഞാൻ അതിലേക്ക് ഇറങ്ങി നടക്കുമായിരുന്നു ടൗണിൽ കൂടെ. എന്നോട് ദുബായി കൂടെ ഇറങ്ങിയാണെന്ന് അവിടെയുള്ള എന്റെ സഹോദരന്മാരും അച്ഛനെങ്ങനെ ഇറങ്ങി നടക്കുന്നത്, പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞു. കാരണം അവിടുത്തെ സിസ്റ്റം അങ്ങനെയൊക്കെ ഉണ്ട്. സീഡികളൊക്കെ നമ്മൾ വാച്ച് ചെയ്യും. ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ ദുബായ്, ബഹ്റൈനിലൊക്കെ താമസിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് ഈ എംബസികളൊക്കെ ഉള്ളത് പല രാജ്യങ്ങളിൽ. അതായത് അവിടെ സ്ഥലം കുറഞ്ഞ സ്ഥലമാണ് ബഹ്റൈൻ. അവിടുത്തെ കടലൊക്കെ കാണണം, നീലക്കടൽ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഓരോ രാജ്യങ്ങളുടെ എന്ത് മനോഹരമാണെന്നറിയാമോ. നമ്മളൊരു ടെറസിന്റെ മുകളിൽ 3-ാം നിലയുടെ 4-ാം നിലയുടെ മുകളിലൊക്കെ നോക്കുമ്പോൾ ആ കടൽ എന്ത് നീലക്കടൽ, ഇത്ര ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ് അവിടേക്ക് ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഈ അവിടെയൊക്കെ കാണുന്ന ഒരു കാര്യം, ഇപ്പോഴും ഒരു രാജാവ് അധികാരമേറ്റാൽ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അയാളെ താഴെ ഇറക്കാനുള്ള പിന്നെ ശ്രമങ്ങളായി. അതുപോലെ സ്വന്തം സഹോദരന്മാര് പോലെ എന്ത് ചെയ്യും? അവരെ കൊല്ലും. അവരെ മാറ്റിയിട്ട് അധികാരത്തെ കയറാൻ വേണ്ടി അവരെ കൊല്ലും, അല്ലെങ്കിൽ ചതി പ്രയോഗമൊക്കെ ചെയ്യും. നമുക്കറിയാം, ഈ ഇപ്പോഴും ആ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടില്ല. നമുക്കറിയാം, മധ്യപൗരസ് ദേശത്ത് ഇപ്പോഴും എന്താ യുദ്ധങ്ങളാണ്. അന്ന് വാളും പരിധിയൊക്കെ ആണെങ്കിൽ പഴയ രീതിയിലുള്ള പീരങ്കി അതുകൊണ്ട് കേട്ടോ. നിങ്ങൾ ബൈബിൾ വായിച്ചറിയാം, പഴയ രീതിയിലുള്ള പീരങ്കി ഉണ്ടെന്നും. ശ്രദ്ധിച്ച്, ബൈബിളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? പീരങ്കിയുണ്ട്. അതൊക്കെ ആണെങ്കിൽ ഇന്ന് ഏറ്റവും ആധുനിക വെപ്പൺസ് ആണ്. സൂപ്പർസോണിക് വിമാനങ്ങളും ഏറ്റവും ശക്തിയേറിയ മിസൈൽസും, അല്ലെങ്കിൽ അവിടെ അത് ഫോളോ ചെയ്ത് ഡ്രോൺ വെച്ചുകൊണ്ട് ഒരാളെ കൊല്ലണമെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് അയാളുടെ വീട്ടിൽ ചെന്ന് ആ ഡ്രോൺ എന്ത് ചെയ്യും? ബോംബായി പൊട്ടി അവരെ കൊന്നുകളയുന്ന സിസ്റ്റം ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും തീർത്തും. ഞാൻ പറഞ്ഞ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഈ രാജാവ് അധികാരത്തിൽ വന്നപ്പോൾ, ഏത് രാജാവ്? യഹൂദ രാജാവ് യെഹോശാഫാത്ത് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, മറ്റ് രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹം ചെയ്ത ഒരു കാര്യം, ജനത്തെ ന്യായപ്രമാണത്തിലേക്ക്, ഉപദേശത്തിലേക്ക് നയിക്കാൻ വേണ്ടി അദ്ദേഹം പണം കൊടുത്ത്, പ്രത്യേക പണവും പാരിതോഷികങ്ങളും കൊടുത്ത്, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും ലേവ്യരെയും ന്യായപ്രമാണ പുസ്തകം കയ്യിൽ കൊടുത്ത് അവരെ രാജ്യത്ത് മുഴുവൻ, പട്ടണം തോറും, ഗ്രാമം തോറും, താലൂക്ക് തോറും, അല്ലെ, എല്ലാ പ്രൊവിൻസ് തോറും അദ്ദേഹം നിയമിച്ച് ജനത്തെ ഉപദേശിക്കാൻ, ജനത്തെ ദൈവവചനത്തിലേക്ക്, ഉപദേശത്തിലേക്ക് നടത്താൻ അദ്ദേഹം നിയമിച്ചു എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, എന്റെ വിഷയം ഇതാണ്. അങ്ങനെ നിയമിച്ചത് കൊണ്ട് അവിടെ എന്താ സംഭവിച്ചത്? അടുത്ത കാര്യം, യഹോവയിൽ നിന്നൊരു ഭീതി ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേലെല്ലാം വന്നു എന്ന് വായിക്കുന്നു. അതുകൊണ്ട് ഇവരാരും എത്തിയതില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? യഹോശാഫാത്തിനെതിരെ യുദ്ധം ചെയ്തില്ല. അവരോടെല്ലാം ദൈവത്തിൽ നിന്നൊരു ഭീതി വന്നിട്ട് പറഞ്ഞു, അനങ്ങിപ്പോകരുത്. അവൻ ആരാണ്? എന്റെ ദാസനാണ്, തൊട്ടുപോകരുത്. അവനെ തൊട്ടാൽ നിങ്ങൾക്ക് കേടാണ് എന്ന് ഒരു ഭീതി, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഞാൻ അതിലേക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക സംരക്ഷണം ദൈവം ആർക്ക് കൊടുത്തു? യഹോശാഫാത്തിന് കൊടുത്തു. എന്റെ കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ദൈവിക പ്രൊട്ടക്ഷനാണ് നമുക്ക് ഏറ്റവും ആവശ്യം. പ്രിയപ്പെട്ടവരെ, കാരണം എനിക്ക് 3 പെൺമക്കളാണ്, ഭാര്യയും പെണ്ണ്. അപ്പൊ 4 സ്ത്രീകളാണ് എന്റെ കൂടെ വർഷങ്ങളായി കഴിഞ്ഞു. അപ്പോ ഞാൻ മൊബൈൽ എപ്പോഴും കയ്യിലെടുക്കും. തൊട്ടടുത്തേക്ക് പോയാലും മൊബൈൽ, കാരണം അവരെപ്പോഴാ എന്താവശ്യത്തിനാ വിളിക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം അവരെ എവിടെയെങ്കിലും വന്ന് ബസ് ഇറങ്ങുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് പോകണം, അങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇവരുടെ പ്രൊട്ടക്ഷനാണ് എന്റെ തൊഴിൽ. ഇവരെ കൊണ്ടുപോകണമെങ്കിൽ ഇവരുടെ വണ്ടിക്ക് അവിടെ കൊണ്ടുപോകില്ല, ഇവിടെ കൊണ്ടു, ഇതെല്ലാമാണ് എന്റെ തൊഴിലെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്. ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം അവരെ ഇപ്പോ ഏറ്റവും അവള് മാര്യേജ് കഴിഞ്ഞാൽ പോലും അവരുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും അന്വേഷിക്കുകയും അവരെ കൊണ്ടുനടക്കുകയും. ഇപ്പോ ഞാൻ പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ ഒരുക്കുന്ന പ്രൊട്ടക്ഷൻ അത് നമ്മുടെ ചിന്തയിൽ അത് തുച്ഛമാണ്. ദൈവം നൽകിയപ്പോൾ, ദൈവം പ്രൊട്ടക്ഷൻ തന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് ഇവിടെ